നമുക്ക് ലഭ്യമാകും. സംഗ്രഹിച്ച് പറയുകയാണെങ്കിൽ 6 സീറ്റുകളിലാണ് LDFന്റെ ലീഡ്. അത് വടകരയിലും കാസർഗോഡും, പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ പാലക്കാടും ആലത്തൂരിലും തൃശ്ശൂരും മാവേലിക്കരയിലും പിന്നെ ഒരിടത്തു കൂടി ലീഡ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ ആറിടത്താണ് ലീഡ് വന്നിരിക്കുന്നത് അല്ലേ? അതെ, തിരുവനന്തപുരത്തും കൂടി അല്ല, തിരുവനന്തപുരത്ത് UDF ആണ് ലീഡ് ചെയ്യുന്നത്. LDFന് ഒരു സീറ്റ് കൂടിയുണ്ട്. വടകരയുണ്ട്, കാസർഗോഡുണ്ട്, പാലക്കാടുണ്ട്, ആലത്തൂരുണ്ട്, മാവേലിക്കരയുണ്ട്, തൃശ്ശൂരുണ്ട്. ഇത്രയും സ്ഥലത്താണ് ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള പ്രത്യേകതയുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കോട്ടയത്ത് ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. കോട്ടയത്ത് UDFന്റെ ലീഡ് 1683 വോട്ടുകളിലേക്ക് മാറി എന്ന ചിത്രം കോട്ടയത്ത് നിന്നും വരുന്നുണ്ട്. UDF അവിടെ പിടിക്കുന്നു. UDFന് വലിയ നേട്ടം സീറ്റ് നിലയിൽ അവിടെ ഭൂരിപക്ഷത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. അവിടെ ലീഡിൽ 1683 വോട്ടുകൾ എന്ന സാഹചര്യത്തിലേക്ക് കോട്ടയത്തെ ചിത്രം മാറുന്നു എന്നതാണ്. വേഗത്തിലൊരു കാര്യം, അതായത് ഈ വലിയ ശക്തി മേഖലകളിൽ വലിയ ഭൂരിപക്ഷം, മറ്റിടങ്ങളിൽ ടൈറ്റ് ഫൈറ്റ്, അങ്ങനെ ഒരു സൂചന വരുന്നുണ്ട്. UDFന്റെ പരമ്പരാഗത ശക്തി മേഖലകളായ ഇടുക്കി, കോട്ടയം തുടങ്ങിയ മേഖലകളിൽ, വയനാട്, ഇവിടെയൊക്കെ വലിയ രീതിയിൽ തന്നെ UDF മുന്നേറുന്നു. അതേസമയം മാവേലിക്കരയിൽ ഒരു ടൈറ്റ് ഫൈറ്റ് കാണുകയാണ്. കൊടിക്കുന്നിൽ സ്ഥിരമായി ജയിക്കുന്ന മാവേലിക്കരയിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത്. തൃശ്ശൂരിൽ LDF ആണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അതേസമയം LDFന് ആധിപത്യമുള്ള പാലക്കാടും ആലത്തൂരിലും LDF ലീഡ് ചെയ്യുന്നു. LDFന് ആധിപത്യമുള്ള വടകരയിലും കാസർഗോഡും LDF ലീഡ് ചെയ്യുന്നു. മഞ്ജുഷ, വേറൊരു അപ്ഡേറ്റ് കൂടി. ഈ തൃശ്ശൂരിൽ ഒരു തർക്കമുണ്ടായിട്ടുണ്ട്. ഈ പ്രായമുള്ളവരുടെയും ഭിന്നശേഷിക്കാരുകളുടെയും വോട്ട് രേഖപ്പെടുത്തിയതിൽ ഉദ്യോഗസ്ഥർക്ക് പിഴവ് പറ്റിയെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ക്രമനമ്പർ ശരിയായ രേഖപ്പെടുത്തിയതിൽ വീഴ്ച പറ്റി. 10% പോസ്റ്റൽ വോട്ടുകൾ നീക്കിവെച്ചു. പിന്നെ കൗണ്ട് പോകണം. ദേശീയതലത്തിലെ പ്രധാനപ്പെട്ട ചിത്രം 172 സീറ്റുകളിലേക്ക് ഇന്ത്യ സഖ്യം കുതിച്ചെത്തുകയാണ്. അതിൽ 71 സീറ്റുകൾ, നമുക്കറിയാം കഴിഞ്ഞ തവണ 52 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന കോൺഗ്രസ് ഇത്തവണ 71 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങളെ പോലും കവച്ചു വെച്ചുകൊണ്ടുള്ള പ്രകടനം ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുണ്ടാകുന്നു. അതായത് 172 ഇടങ്ങളിൽ NDA സഖ്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യം മുന്നേറുന്നു. സഖ്യം എന്ന രീതിയിൽ അത് ഫലം ചെയ്യുന്നു. അതിൽ 71 സീറ്റുകളിൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് നിർണായകമാണ്. 10-20 സീറ്റുകൾ കൂടി കോൺഗ്രസിന് വർദ്ധിക്കുന്ന പശ്ചാത്തലം കോൺഗ്രസിന് നിർണായകമാണ്. ആ പാർട്ടിയുടെ നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. അതിൽ അവർ വിജയിക്കുന്നു ഒരു പരിധിവരെ എന്ന് വേണം ഈ ഘട്ടത്തിൽ കാണാൻ. മഞ്ജുഷ്, സജിത്ത്, അപ്ഡേറ്റ് ഉണ്ട്. ഇടതു മുന്നണി വീണ്ടും തോമസ് ഐസക് അവിടെ ലീഡ് നേടുന്നു. 218ലേക്ക് 218. വടകരയിൽ ലീഡ് UDF തിരികെ പിടിച്ചിരിക്കുകയാണ്. വടകരയിൽ ഷാഫി പറമ്പിൽ ലീഡ്. ശൈല ടീച്ചർ പിന്നിൽ 347 വോട്ടുകൾക്ക് ഷാഫി മുന്നിൽ. കാസർഗോഡ് മാത്രമാണ് വടക്കൻ ജില്ലകളിൽ ഇപ്പോൾ LDFനുള്ളത്. മാവേലിക്കരയും പത്തനംതിട്ടയും ഉണ്ട് തെക്കൻ ജില്ലകളിൽ. തൃശ്ശൂരും ആലത്തൂരും പാലക്കാടും LDF ലീഡ് ചെയ്യുന്നു. അപ്പോൾ 6 ഇപ്പോഴും ഉണ്ട്. 14-6. 14ഇടത്ത് UDF, 6ഇടത്ത് LDF എന്നുള്ളതാണ് കണക്ക്. LDFന്റെ പട്ടികയിൽ തൃശ്ശൂർ, ആലത്തൂർ, പാലക്കാട്, മാവേലിക്കര, അതുപോലെ തന്നെ കാസർഗോഡും ഉണ്ട്. കാസർഗോഡ് സ്ഥിരമായിട്ട് ഇപ്പോൾ LDFന്റെ പക്ഷത്തേക്ക് വരികയാണ്. ഇത്തവണ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ തൃശ്ശൂരിൽ ഇപ്പോഴും LDFന്റേതാണ്. കൊല്ലത്തെ UDFന്റെ ലീഡ് 10,000 കടന്നിരിക്കുന്നു. കൊല്ലത്ത് UDFന്റെ NK പ്രേമേന്ദ്രൻ ലീഡ് 10,000 കടന്നിരിക്കുന്നു. സംസ്ഥാനത്ത് ആദ്യമായി 10,000 കടക്കുന്ന സ്ഥാനാർത്ഥിയായി, ലീഡ് കടക്കുന്ന സ്ഥാനാർത്ഥിയായി NK പ്രേമേന്ദ്രൻ മാറുന്നു. 10,000 കടന്നിരിക്കുന്നു കൊല്ലത്ത് NK പ്രേമേന്ദ്രൻ. ഒന്നാം റൗണ്ട് പൂർത്തിയായപ്പോൾ 10,000 വോട്ടുകളുടെ ലീഡാണ് കിട്ടിയിരിക്കുന്നത് NK പ്രേമചന്ദ്രന്. ഒന്നാം റൗണ്ട് പലയിടങ്ങളിലും പൂർത്തിയാകുന്നു. ഒന്നാം റൗണ്ട് പൂർത്തിയായപ്പോൾ 10,000 കടന്ന് NK പ്രേമേന്ദ്രൻ കുതിക്കുന്നു. ഡീൻ കുര്യാക്കോസ് ഇടുക്കിയിൽ 6,000 കടന്നിരിക്കുന്നു. ഡീൻ കുര്യാക്കോസിന്റെ ലീഡ്. അതുപോലെ തന്നെ എറണാകുളത്ത് 4,000 കടന്നിരിക്കുകയാണ് ഹൈബി ഈഡന്റെ ലീഡ് എന്ന് വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നു. കൊല്ലത്തേതാണ് ഇടുക്കിയിൽ 6,159. കൊല്ലത്തേതാണ് പ്രധാനപ്പെട്ട ഫലസൂചനകൾ. 10,000 മുകളിലേക്ക് NK പ്രേമേന്ദ്രൻ M മുകേഷിനേക്കാൾ മുന്നിലാണ്. ആദ്യ റൗണ്ട് ഫലസൂചനകൾ 10,000-ൽ പരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ഡീനും പ്രേമചന്ദ്രനുമാണ് മുന്നേറ്റം തുടരുന്നത്. അതേപോലെ തന്നെ ഹൈബിയും മുന്നേറ്റം തുടരുകയാണ്. അതായത് പരമ്പരാഗത സീറ്റുകളിൽ മുന്നേറുന്നു. NK പ്രേമചന്ദ്രന്റെ കരുത്തിൽ കൊല്ലത്ത് UDFന്റെ മുന്നേറ്റം, പരമ്പരാഗത വോട്ടുകളുടെ കരുത്തിൽ ഇടുക്കിയിലും എറണാകുളത്തും UDFന്റെ മുന്നേറ്റം, കോട്ടയത്തും UDFന്റെ മുന്നേറ്റമാണ് കാണുന്നത്. അങ്ങനെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഒന്നാം റൗണ്ടിലെ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് കൊല്ലത്ത് പ്രേമചന്ദ്രൻ ആദ്യമായിട്ട് സംസ്ഥാനത്ത് 10,000-ൽ കൂടുതൽ വോട്ടുകളുടെ ലീഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ 10,000 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു.
ഇപ്പോൾ ദേശീയ തലത്തിൽ 301 എന്ന നിലയിൽ NDAയുടെ ലീഡ് നില ഇപ്പോൾ നിൽക്കുകയാണ്. 255 സീറ്റുകളാണ് ഇപ്പോൾ BJPക്ക് ഒറ്റയ്ക്കുള്ള ദേശീയ തലത്തിൽ 301. പക്ഷേ മഹാരാഷ്ട്ര പോലെ, കർണാടക പോലെ, UP പോലെയുള്ള BJP പ്രതീക്ഷ സംസ്ഥാനങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനം ആ പാർട്ടിക്ക് നടത്താൻ സാധിക്കുന്നില്ല എന്ന പ്രധാനപ്പെട്ട കാര്യവുമുണ്ട്. UPയിൽ ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം നടത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. 24ഓളം സീറ്റുകൾ ഇന്ത്യ സഖ്യം മുന്നിലാണ്. മഹാരാഷ്ട്രയിൽ ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ്. കർണാടകയിലും പ്രതീക്ഷ നേട്ടമില്ല. ബംഗാളിൽ 26ന് മുകളിൽ സീറ്റ് ലഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോൾ 18 സീറ്റുകൾ മാത്രമാണ് BJP സഖ്യം മുന്നിലുള്ളത്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങളിലെ പുറകോട്ട് പോക്ക് ഇന്ത്യ സഖ്യത്തിന്റെ ദേശീയ തലത്തിൽ NDA സഖ്യ ദേശീയ തലത്തിൽ 350 കടത്തുമോ എന്ന പ്രധാനപ്പെട്ട സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതാണ് ചിത്രം. ദേശീയ തലത്തിൽ 304 എന്ന നമ്പറിലേക്ക് BJP എത്തുമ്പോൾ തൊട്ട് പുറകിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് 172 സീറ്റുകളുമായി ഇന്ത്യ മുന്നണിയുണ്ട്. എക്സിറ്റ് പോളുകൾ ഒരർത്ഥത്തിൽ ശരിയെന്ന് പറയുമ്പോഴും ചിലയിടങ്ങളിലെ കണക്കെടുപ്പ് പാളിപ്പോയോ എന്ന സൂചനകളുണ്ട്. അത് ഉത്തർപ്രദേശിൽ നിന്നും അത്തരം സൂചനകൾ വരുന്നുണ്ട്, പശ്ചിമ ബംഗാളിൽ നിന്നും സൂചനകളുണ്ട്. ഇത്തരത്തിലേക്ക് LDFന്റെ ലീഡ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ എവിടെയാണ്? ആറ്റിങ്ങലിലും വന്നിരിക്കുകയാണ് LDFന്റെ ലീഡ്. 700 വോട്ടുകൾക്ക് ജോയ് മുന്നിട്ട് നിൽക്കുന്നു. അതെ, പത്തനംതിട്ടയിൽ അപ്ഡേറ്റ് ഉണ്ട്. പത്തനംതിട്ടയിൽ 1189 ഐസക്കിന്റെ ലീഡ് ഉയരുന്നു. രാജീവ് ചന്ദ്രശേഖർ 400 വോട്ടിന് മുന്നിലെത്തുന്നു എന്ന തിരുവനന്തപുരത്ത് നിന്നുള്ള സുപ്രധാനമായ രാജീവ് ചന്ദ്രശേഖർ 400 വോട്ടുകൾക്ക് മുന്നിൽ ലീഡുകൾ മാറി. തിരുവനന്തപുരത്ത് NDA മുന്നിൽ, BJP മുന്നിൽ. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുകയാണ്. 400 വോട്ടുകൾക്ക് മുന്നിട്ട് നിൽക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. പ്രധാനപ്പെട്ട ലീഡാണ് BJPക്ക് കിട്ടിയിരിക്കുന്നത്. ആദ്യ ലീഡ് 400 വോട്ടുകൾക്ക് രാജീവ് ചന്ദ്രശേഖർ മുന്നിട്ട് നിൽക്കുകയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ. അങ്ങനെ 13-6-1 എന്നുള്ളതായി മാറിയിരിക്കുകയാണ്. അതായത് 600 വോട്ടുകൾക്ക് ആറ്റിങ്ങലിൽ ജോയി മുന്നിലെത്തി എന്ന ആറ്റിങ്ങലിൽ ആദ്യഘട്ടത്തിലൊക്കെ അടൂർ പ്രകാശിന്റെ മുന്നേറ്റമായിരുന്നു. ഇപ്പോൾ ആറ്റിങ്ങിൽ 600 വോട്ടുകൾക്ക് ജോയി മുന്നിലെത്തുന്നു. 12-7-1. എറണാകുളത്ത് 7000 വോട്ട് കടക്കുകയാണ് ഹൈബീഡിന്റെ ഭൂരിപക്ഷം. കൊല്ലത്ത് 10000 കടന്നു, ഇടുക്കിയിൽ 6000 കടന്നു. ഒപ്പം തൃശൂരിൽ 823 വോട്ടുകൾക്ക് VS സുനിൽകുമാർ മുന്നിലാണ്. കാസർഗോഡ് LDF 217 വോട്ടുകൾക്ക് മാത്രം മുന്നിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പത്തനംതിട്ടയിൽ തോമസ് ഐസക്ക് മുന്നിലാണ്. മലപ്പുറത്ത് 4689ലേക്ക് ET മുഹമ്മദ് ബഷീർ കുതിച്ചെത്തുന്നു. അങ്ങനെ UDF ലീഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ വലിയ ലീഡ് മാറ്റമുണ്ടാകുന്നു. NDAയുടെ ലീഡ് 300 താഴേക്ക് പോയിരിക്കുന്നു, 296ലേക്ക് പോയിരിക്കുന്നു എന്ന ചിത്രം കൂടി ഉണ്ട്. 297 അതാണ് ചിത്രം. 176ൽ അവിടെ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു. കൃത്യമായി ദേശീയ തലത്തിൽ അവിടെ ഒരു മത്സര രംഗത്തേക്ക് തന്നെ. പ്രധാനപ്പെട്ട കാര്യം BJPയുടെ സ്ട്രോങ് ഹോൾഡിലൊക്കെ അവിടുത്തെ ആദ്യ സൂചനകൾ വന്നു തുടങ്ങിയപ്പോൾ കൂടിയാണ് ഇങ്ങനെ. ഉത്തർപ്രദേശിൽ BJPക്ക് ചെറിയ രീതിയിലുള്ള തിരിച്ചടി വന്നിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട വിവരമുണ്ട്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നു. ആലപ്പുഴയിൽ വലിയ മത്സരം നടന്ന സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ആദ്യമായി BJP ലീഡ് ചെയ്യുന്നു. ശോഭാ സുരേന്ദ്രൻ ലീഡ് ചെയ്യുന്നു. KC വേണുഗോപാൽ ആയിരുന്നു ഇതുവരെയുള്ള ഘട്ടങ്ങളിൽ മുന്നിൽ. പോസ്റ്റൽ വോട്ടുകളിലും KC ആയിരുന്നു മുന്നിൽ. ആദ്യ റൗണ്ട് തുടക്കത്തിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ലീഡ്. സംസ്ഥാനത്ത് BJP 2 സ്ഥലങ്ങളിൽ ലീഡ് ചെയ്യുന്നു. ഒന്ന് ആലപ്പുഴയും ഒന്ന് തിരുവനന്തപുരവും. 2 സ്ഥലങ്ങളിൽ BJP ലീഡ് ചെയ്യുകയാണ്. കേരളത്തിൽ 1 ആലപ്പുഴ, 2 തിരുവനന്തപുരം. രാജീവ് ചന്ദ്രശേഖർ 400 വോട്ടുകൾക്ക് മുന്നിൽ. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മുന്നിട്ട് നിൽക്കുന്നു. ടൈറ്റ് ഫൈറ്റ് നടക്കുകയാണ് തിരുവനന്തപുരത്ത്. 400 വോട്ടുകൾക്ക് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വീണ്ടും 301ലേക്ക് NDA സഖ്യം കുതിച്ചെത്തുന്നു. 300 സീറ്റ് വീണ്ടും കടന്നിരിക്കുന്നു NDA. നേരത്തെ മഞ്ജുഷ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട സ്ട്രോങ് ഹോൾഡ്സിൽ BJP പുറകോട്ടാണ്. പക്ഷേ തെലങ്കാന, ആന്ധ്ര പോലെയുള്ള സംസ്ഥാനങ്ങളിൽ BJP മുന്നേറുന്നു. തെലങ്കാനയിൽ ആന്ധ്രാപ്രദേശിൽ ജഗൻമോഹൻ റെഡ്ഡി പൂർണ്ണമായും തകർന്നടിയുകയാണ്. അവിടെ NDA സഖ്യം ചന്ദ്രബാബു നായിഡുവും BJPയും ചേർന്നുള്ള സഖ്യമാണ് വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നത്. ഏതാണ്ട് 30ഓളം സ്ഥലങ്ങളിൽ സീറ്റുകളിൽ ഇപ്പോൾ ആ സഖ്യം മുന്നിലാണ്. തെലങ്കാനയിൽ കഴിഞ്ഞ തവണ 4 സീറ്റായിരുന്നു BJPക്കുള്ളതെങ്കിൽ ഇത്തവണ 8 സീറ്റിലേക്ക് BJP കുതിച്ചെത്തുന്നു എന്നുള്ളതാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ രസകരമായ ഒരു ചിത്രം. അത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. പിറവം നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് പിടിക്കുന്നത് തോമസ് ചാഴികാടനാണ്.